സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ തിയേറ്ററിൽ അതിന്റെ റെസ്പോൺസ് അറിയാൻ പറ്റുന്ന എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ നന്നായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഞാൻ പാലക്കാട്ടുകാരനാണ്, പക്ഷേ ഡിസ്ട്രിക്റ്റുകാരനല്ലോ, ഒറ്റപ്പാലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വളരെ സന്തോഷമായി. പിന്നെ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലൈഫ് നല്ല അസലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ് നന്നായിട്ടുള്ള പാട്ട്, സൂപ്പർ സോങ്സ്. പിന്നെ അവസാന ട്വിസ്റ്റ് നല്ല ഗംഭീരായി. പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ സിനിമ നമ്മൾ മറക്കില്ല. ലാസ്റ്റ് ഭയങ്കര സെന്റിമെന്റലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ഭാഗം. പിന്നെ ആ വയലാറിന്റെ പാട്ടെടുത്തതും ആ പാട്ട് സിനിമയ്ക്ക് നല്ല അസലായിട്ട് യോജിക്കുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലം നന്നായിട്ടുണ്ട്. എല്ലാം വിഷ്വൽസും എല്ലാം സൂപ്പർ. നല്ല സിനിമ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ പടത്തിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. എല്ലാവരും വളരെ സന്തോഷപ്പെടുന്നു. സിനിമ കാണണം സാധനങ്ങളാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകൾ ഇതിലുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. ബാക്കി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. അത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് ബാക്കി പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥന്റെ അങ്ങനെ അത്ര ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വേറിട്ട കഥാപാത്രവും സിദ്ധാർത്ഥനെ വളരെ കലയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് അപ്പൊ അതൊക്കെ വളരെ രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ചിലപ്പോൾ ഇതുപോലത്തെ വില്ലൻ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ക്യാരക്ടർ മൂലമുള്ള കഥാപാത്രങ്ങളോ അദ്ദേഹത്തെ എല്ലാ ക്യാരക്ടേഴ്സും വളരെ ഗംഭീരമായിട്ട് അവര് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അഭിനയിക്കുകയല്ലായിരുന്നു, എല്ലാവരും ചെയ്യുകയായിരുന്നു. പാലക്കാടിന്റെ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണാം. കാരണം ഇത് ഫാമിലി മൊത്തം ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാ. ശരിക്കും പറഞ്ഞാൽ പഴമയും പുതുമയും എന്താ പറയാ, അങ്ങനെ ഒരു നാട്ടുമ്പുറം ഞാൻ സിനിമയിലേ കണ്ടുള്ളൂ. മമ്മൂക്കടെയൊക്കെ സിനിമയിൽ ഇതേപോലൊരു എന്താ പറയാ പഴയ കാലത്തെ നാട്ടുമ്പുറം സ്റ്റോറീസ് ഒക്കെ. പക്ഷെ ഇത് നല്ല കുട്ടിക്കഥ, ഒരു എന്താ പറയാ ഫാമിലിക്ക് രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരുപാട് എന്താ പറയാ ഒരുപാട് മേൽമുടിയൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു മൂവി. എല്ലാരും ഇന്ന് കാണാം. ഫൈറ്റൊക്കെ സൂപ്പറാണ്. എല്ലാരും നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുട്ടികളടക്കം എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചില കഥാപാത്രങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇരുന്ന് കാണാം. തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം. നല്ല രസമുണ്ട്. ഓഡിയൻസിനോട് കയറി കാണാന്നുള്ളൂ. ഓഡിയൻസിനോട് എത്തുന്നേ ഉള്ളൂ. ചെറിയ സിനിമകളൊക്കെ ആളുകൾ കണ്ട അഭിപ്രായം പറഞ്ഞു പിന്നീട് ഓഡിയൻസിനോട് എത്തും. സ്പേസും ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ കാര്യം ഓഡിയൻസിനോട് എടുത്തിട്ട് കണ്ടാലേ ഓഡിയൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും പോയി കാണാൻ അന്തരീക്ഷത്തിലോട്ടുണ്ട്. കാരണം അതേപോലത്തെ ഒരു സിറ്റുവേഷനുള്ള ചിത്രമാണ്. നല്ല രസമുള്ള ഉണ്ട്. കാരണം നമുക്ക് അമ്പലത്തിന്റെ ഇതും പിന്നെ അതുകൂടാതെ തന്നെ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും പിന്നെ പാട്ടുകളൊക്കെ അടിപൊളി. നമ്മൾ മുൻകാലങ്ങളിൽ കണ്ട പഴയ മുൻകാലങ്ങളിൽ ഇറങ്ങിയ മലയാള ചിത്രത്തിലുള്ള പാട്ടുകളും നല്ല സൂപ്പറായിട്ട് പാട്ടുമുണ്ട്. പിന്നെ സിദ്ധാർത്ഥനും പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പ്രായമുള്ള ആൾക്കാരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല രസമുള്ളൊരു സിനിമ. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാം. നല്ല
വേണം പറയാൻ. എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഈ സിനിമയാണ്, ചെറിയ സിനിമയാണ്, വലിയ സ്റ്റാർസ് ഒന്നുമില്ല. നല്ല രസമുള്ള സിനിമ. ഒരു കൂട്ടുകുടുംബം, ഗ്രാമീണ ഫ്രണ്ട്സിന്റെ ഒക്കെ എല്ലാം ഫാമിലിക്കായിട്ട് എല്ലാവരും കാണുന്ന സിനിമയാണ്. എല്ലാവരും ഒന്ന് കാണുക. ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട പടം. ഇഷ്ടമായോ? അപ്പൊ എല്ലാവരും മാക്സിമം കാണാൻ പറയാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് പരിപാടിയാണ്. സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകും. അത്രയും പറയാം.